Hello, friends. Good morning to you. See, market രണ്ട് മൂന്ന് ദിവസമായി ഇറ്റ്സ് എ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഞാൻ കാണുന്നത്. മാർക്കറ്റിൽ വലിയൊരു ടഗ് ഓഫ് വാറാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ ട്വൻറ്റി ഫോർ 800 24 800 to 24 700 ഹെവി കോൾ റൈറ്റേഴ്സ്. കാരണം ഒരു സൈഡിൽ കോൾ റൈറ്റേഴ്സ്, അങ്ങേ സൈഡിൽ പുട്ട് റൈറ്റേഴ്സ്, രണ്ട് പേരും equally fighting. So ഇതിൽ ബെനിഫിറ്റ് ചെയ്യാറ് ഓപ്ഷൻ ബയേഴ്സ് വിൽ നോട്ട് ബെനിഫിറ്റ് ബിക്കോസ് തീറ്റ ഡി കെ. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സിന് അതിൻ്റെ അകത്ത് വലിയ പ്രോഫിറ്റ് കിട്ടും. കാരണം അവർക്ക് തീറ്റ ഡി കെയിൽ ബെനിഫിറ്റ് ആവും. സോ മാർക്കറ്റിൽ ഞാൻ കാണുന്ന രണ്ട് ലെവലിലാണ് ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത്. ഹെവി റൈറ്റിംഗ് 24 700 24 800 വരുമ്പോൾ ഹെവി കോൾ റൈറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പുട്ട് റൈറ്റേഴ്സ് വരുന്നത് വെച്ചാൽ 24 400 to 24 500 ആ റേഞ്ചിൽ പുട്ട് റൈറ്റേഴ്സ് വരും. സോ ഇങ്ങനെയുള്ള ഒരു ഹെവി ഫൈറ്റിംഗ് മാർക്കറ്റ് നടക്കുന്ന സമയത്ത് ഓൺലി എന്തെങ്കിലും ഒരു ട്രിഗർ മാർക്കറ്റ് പോകണം, എന്തെങ്കിലും ഒരു മാക്രോ കാറ്റാലിസ്റ്റ് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യണം. ഒന്നുകിൽ മാർക്കറ്റിൽ 24,800 മുകളിൽ പോകണം, അല്ലെങ്കിൽ മാർക്കറ്റ് ഷുഡ് ക്രാക്ക് ബിലോ 24,400 ബിലോ. സോ അതുകൊണ്ടല്ലാണ് ഓപ്ഷൻ ബയേഴ്സ് ദേ വോണ്ട്. പിന്നെ ഈ 3 മണിക്ക് ശേഷം ഇവരെ ഇപ്പോഴത്തെ പുതിയ സെബീൻ്റെ റൂൾ പ്രകാരം ഇറ്റ് ഈസ് നോട്ട് ടു ട്രേഡ് ആഫ്റ്റർ 2:30 കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2:30 ബൈ 2:30 2:45 ഗെറ്റ് ഔട്ട് ഫ്രം മാർക്കറ്റ്. ആണെങ്കിൽ 3 മണി കഴിഞ്ഞാൽ എങ്ങനെയത് ഓപ്ഷൻ മൂവ് ചെയ്യുന്നത് മനസ്സിലാകുന്നില്ല. കുറച്ച് ദിവസമൊക്കെ ട്രേഡ് ചെയ്യാണ്ടിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം ഈ 3 മണി കഴിഞ്ഞാൽ ഇവർ ആവറേജ് എടുക്കുന്നതാണോ, നോബഡി അണ്ടർസ്റ്റാൻഡ് ആക്ച്വലി അവർ എന്താ ചെയ്യുന്നുള്ളത്. കാരണം വെച്ചാൽ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് വരുന്നു മാർക്കറ്റിൽ, പക്ഷേ ഓപ്ഷൻ പ്രൈസ് മാറുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാർക്കറ്റിൽ. സോ ഇതാണ് ഒരു കാര്യം ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കണം, ഇന്ത്യയിൽ നിന്നിപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ട്രേഡ് നടക്കുന്ന നിഫ്റ്റി ട്രേഡിംഗ് ഇൻഡെക്സിൽ നടക്കുന്ന കൺട്രി ഇന്ത്യയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ദിവസം എത്ര ട്രേഡ് ചെയ്യുന്നത്? ഏകദേശം 1,80,000 കോടിന് മുകളിൽ ഓരോ ദിവസവും ബാങ്ക് നിഫ്റ്റിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യാണ്. സോ ജസ്റ്റ് ഇമാജിൻ എത്ര പൈസയാണ് ഈ FISും മറ്റുള്ള ട്രേഡേഴ്സും മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത്. മറ്റുള്ള ട്രേഡാണ്. സോ നിഫ്റ്റിയുടെ മുകളിലെ ട്രേഡാണ് ഏറ്റവും വലിയ ട്രേഡ്. സോ ഐ തിങ്ക് ദിസ് ഈസ് സംതിങ് ഈ കുറച്ച് ദിവസം മാർക്കറ്റിൽ നിന്ന് അഗ്രസീവ് ട്രേഡ് ചെയ്യാണ്ടിരുന്നിട്ട് ജസ്റ്റ് വാച്ച് ദ മാർക്കറ്റ്. അതാണ് ഞാൻ. പിന്നെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ടൊക്കെ നല്ല റിസൾട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഹെവി ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്കിൻ്റെ. സ്റ്റേറ്റ് ബാങ്ക് ഈസ് എ ഗുഡ് ബാങ്ക് കമ്പയർ ടു ഈവൺ ഐ തിങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെക്കാട്ടും നന്നായിട്ട് സ്റ്റേറ്റ് ബാങ്കിന് പെർഫോം ചെയ്യുന്നത്. ആൻഡ് മാനേജ്മെൻറ്റ് കമൻട്രി ഈസ് വെരി എൻകറേജിങ്. സോ സ്റ്റേറ്റ് ബാങ്കെല്ലാം കറക്ഷനിൽ കിട്ടിയാൽ ലോങ് ടേമിൽ ഒരു 5 കൊല്ലത്തെ ഒരു വിഷൻ ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ ഹിറ്റാച്ചി എനർജി എന്ന് നന്നായിട്ട് മൂവ് ചെയ്തത്. പക്ഷേ അത് ഹൈ പീലുള്ള സ്റ്റോക്ക്. സോ ദാറ്റ്സ് അനദർ സ്റ്റോക്ക് ഐ വാണ്ട് ടു